24-ന്റെ വാർത്തയ്ക്ക് പിന്നാലെ പാലക്കാട് ജില്ലയിലെ വീടുകളിലെ മദ്യവിൽപ്പന കണ്ടെത്താൻ പ്രത്യേക ദൗത്യം എക്സൈസ് ആരംഭിച്ചു. ഇന്നലെ ഡെപ്യൂട്ടി കമ്മീഷണർ ഇറക്കിയ ഉത്തരവിൽ തന്നെ പറയുന്നത് രാവിലെ 7 മണിക്ക് 24 ന്യൂസ് സംപ്രേഷണം ചെയ്ത വാർത്തയ്ക്ക് പിന്നാലെ അന്വേഷണം ആരംഭിച്ചു എന്നാണ്. ഇന്നലെ മാത്രം പാലക്കാട് ജില്ലയിൽ 33 റെയ്ഡുകളും 734 വാഹന പരിശോധനയും നടത്തി 3 പേരെ അറസ്റ്റ് ചെയ്തു. വണ്ടിത്താവളത്തെ വീട്ടമ്മയുടെ അനധികൃത മദ്യവിൽപ്പന 24 വാർത്തയാക്കിയിരുന്നു. അതിൻ്റെ പിന്നാലെയാണ് എക്സൈസിൻ്റെ നടപടി. നിഖിൽ പ്രമേഷ് പാലക്കാട് നിന്ന് വിവരങ്ങളുമായി ചേർന്നു. നിഖിൽ പ്രമേഷ് ആയിരുന്നു ഈ വാർത്ത ബ്രേക്ക് ചെയ്ത്. ആ വാർത്ത ഉണ്ടാക്കിയത് വലിയൊരു ഇമ്പാക്റ്റാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഔദ്യോഗികമായി തന്നെ 24-ന്റെ വാർത്തയെ തുടർന്നാണ് നടപടിയെന്ന് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ വാർത്താക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നു. സന്തോഷം, താങ്ക് യു, കൺഗ്രാജുലേഷൻസ് നിഖിൽ പ്രമേഷ്. നാട്ടിലെ ഒരു മോശപ്പെട്ട കാര്യം ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിന് താങ്ക് യു. പറയൂ വിവരങ്ങൾ. തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് ഇതിന് ശേഷം ഒരുപാട് ഇടങ്ങളിൽ നിന്നുള്ള വിളികൾ എത്തുന്നു, ഒരുപാട് ആളുകളുടെ അഭിനന്ദനം എത്തുന്നു. മന്ത്രി കെ കൃഷ്ണൻകുട്ടി തന്നെ നമ്മളെ ഈ കാര്യം അറിയിക്കുകയും ചെയ്തിരുന്നു. കാരണം അവിടെ നിന്ന് വിളിക്കുന്ന ആളുകളൊക്കെ പറയുന്നത് ഒരുപാടധികം കുട്ടികളടക്കം പോയി നശിച്ചു പോയൊരു ഇടം അവസാനിപ്പിച്ചു തന്നതിന് നന്ദി എന്നാണ് നമ്മളോട് പറഞ്ഞത്. സ്വാഭാവികമായിട്ടൊരു ജനകീയ മാധ്യമം എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ഉത്തരവാദിത്വവും ദൗത്യവും അത് തന്നെയാണ്. എന്തായാലും ഈ വാർത്തയ്ക്ക് പിന്നാലെ ഒരു വലിയ മിഷൻ തന്നെ ജില്ലയിൽ ആരംഭിച്ചിരിക്കുകയാണ് എക്സൈസ് വകുപ്പ്. സ്പെഷ്യൽ കോമ്പിംഗ് ഓപ്പറേഷൻ എന്നാണ് അതിന് അവർ പേരിട്ടിരിക്കുന്നത്. ജില്ലയിലെ ഇത്തരത്തിലുള്ള അനധികൃത മദ്യ വിപണന കേന്ദ്രങ്ങൾ അവസാനിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. ഇതിന്റെ ഭാഗമായി ഇന്നലെ മാത്രം 33 റെയ്ഡുകളാണ് ജില്ലയിൽ ഉടനീളം നടന്നത്. 734 വാഹനങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുകയും ചെയ്തു. ഈ 33 ഇടങ്ങളിൽ റെയ്ഡ് നടത്തിയതുമായി ബന്ധപ്പെട്ട് 6 അബ്കാരി കേസുകൾ രജിസ്റ്റർ ചെയ്തു. 4 പേരെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തു. ഈ അനധികൃത മദ്യവിൽപ്പന നടത്തിയതിന് പൊട്ടച്ചിറ സ്വദേശി സുനിൽകുമാറിനെയും അളവിൽ കൂടുതൽ മദ്യം കൈവശം വെച്ച് കടത്തിക്കൊണ്ടുവന്നതിന് തൃത്താല കൊല്ലങ്കോട് റേഞ്ച് പരിധിയിൽ 2 പേരെയുമാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. വരും ദിവസങ്ങളിലും സമാനമായ രീതിയിൽ തന്നെ ഊർജിതമായി പരിശോധനകൾ തുടരുമെന്നാണ് എക്സൈസ് വകുപ്പ് അറിയിക്കുന്നത്. നമ്മൾ തന്നെ ഏതാണ്ട് 15ഓളം ഇടങ്ങളിൽ ഇത്തരത്തിൽ വീടുകളിൽ മദ്യവിൽപ്പന നടക്കുന്നു എന്നുള്ള പട്ടികയടക്കം അവിടുത്തെ വിലാസമടക്കം ഈ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർക്ക് കൈമാറിയിരുന്നു. അദ്ദേഹം അത് വിവിധ വിഭാഗങ്ങളിൽ വിവിധ റേഞ്ചുകളിലേക്ക് കൈമാറിക്കൊണ്ട് ഇവിടങ്ങളിലെല്ലാം തന്നെ പരിശോധനകൾ പുരോഗമിക്കുകയുമാണ്. ഈ വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെ തന്നെ വളരെ കാര്യക്ഷമമായിട്ടുള്ള ഇടപെടൽ എക്സൈസ് വകുപ്പ് നടത്തുകയാണ്. നമ്മുടെ വാർത്തയിൽ തന്നെ എക്സൈസിനെതിരെയാണ് വിമർശനം ഉണ്ടായിരുന്നത്. കാരണം ഇത്രയധികം നാളുകളായിട്ടും എന്തുകൊണ്ട് മാസങ്ങളോളം ഇത് പ്രവർത്തിച്ചിട്ടും അത് എന്തുകൊണ്ട് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു വിമർശനം നമ്മൾ ഉന്നയിച്ചിരുന്നു. എന്നാൽ അതിന് പിന്നാലെ കാര്യക്ഷമമായ ഇടപെടൽ ഇപ്പോൾ നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ജില്ലയിൽ നിന്നുള്ള 2 മന്ത്രിമാരും ഇക്കാര്യത്തിൽ അടിയന്തര നടപടി വേണമെന്നുള്ള ആവശ്യം എക്സൈസ് വകുപ്പിനോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്തായാലും സജീവമായ പരിശോധനകൾ തുടരുകയാണ്. പ്രത്യേകിച്ച് ഇലക്ഷൻ കൂടി, തെരഞ്ഞെടുപ്പ് കാലം കൂടിയാണ്. ഒരു തരത്തിലുള്ള ഇത്തരത്തിലുള്ള പ്രവർത്തികൾ അംഗീകരിക്കില്ല, അനുവദിക്കില്ല എന്ന് തന്നെയാണ് എക്സൈസ് അറിയിക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു നിഖിൽ പ്രമേഷ്.